റഫീഖ എൻ്റെ ഇന്നത്തെ ന്യൂസ് പേപ്പർ കട്ടിങ് ആയിട്ട് കുറേ പേര് എനിക്ക് കോളായിട്ടും മെസ്സേജ് ആയിട്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാനും ആളായിട്ട് ഒരു റിലേഷനും ഇല്ല. ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്താണ് കഴിഞ്ഞ ആഴ്ച. അപ്പം ഇന്നത്തെ ന്യൂസിൽ ആൾക്കെതിരെ കേസുണ്ട്, MDMA ആയിട്ട് അറസ്റ്റിലാണ് എന്നൊക്കെ കണ്ടു. അത് അതിൽ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമാണിക്കോത്താണ്. ശരിക്കും പറഞ്ഞാല് ഇത് കേൾക്കുമ്പം നമ്മൾക്കൊക്കെ ചിലപ്പോൾ സങ്കടം തോന്നിയെന്ന് വരാം. കാരണം അത്രയും കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ ഒരു ഭാര്യ പറയുന്ന, മുൻ ഭാര്യ എന്നാണോ ഇപ്പോഴത്തെ ഭാര്യ ആണോ എന്ന് അറിയില്ല, എങ്കിലും ഭാര്യ പറയുന്ന ഒരു വോയിസ് ആണ്. എന്തായാലും ഇതിനൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹം നിങ്ങളുടെ ഭർത്താവാണോ ഭർത്താവ് അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. സഹോദരി തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, എന്റെ ഭർത്താവ് ജയിലിലാണ് ഖത്തറില്, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ വിവാഹം ചെയ്തു, എനിക്ക് 2 കുട്ടികളുണ്ട്. അതിനുശേഷം ആ ഭർത്താവുമായി എന്തോ വിഷയമുണ്ടായി. അതിനുശേഷം പിന്നെ ഈ ഭർത്താവ്, അതായത് മുന്നത്തെ ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സഹോദരി തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇവരെയൊക്കെ കൊണ്ടുവരികയും ഇവരൊക്കെ പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം നിങ്ങളോടല്ലേ ചോദിക്കാൻ പറ്റും. ഇദ്ദേഹം എന്ത് കേസിൽ ജയിലിൽ പോയി എന്നോ അത് നിങ്ങളുമായി ചുറ്റിപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. മറ്റുള്ള ആളുകൾക്കൊന്നും ഇതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ജയിലിൽ പോയത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ വിവരിച്ചത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സക്സസ് ആയ വ്യക്തിയാണ് എന്നുള്ളത്. നിങ്ങൾ ആ കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നെഗറ്റീവിലൂടെ ഒരു പബ്ലിസിറ്റി നേടിക്കൊണ്ട് നിങ്ങളുടെ അതായത് സെന്റിമെന്റ്സ് ആയിട്ട് നിങ്ങൾ ഭർത്താവ് ജയിലിലാണെന്നും അതുപോലെ മറ്റു ഭർത്താവിൽ നിന്നും പീഡനങ്ങളും അതുപോലെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സോഷ്യൽ മീഡിയയിലെ നിങ്ങൾക്ക് സഹതാപം പറ്റി നിങ്ങൾ പബ്ലിസിറ്റി ആയ ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവ് വീണ്ടും ലഹരിപരമായ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ ഭർത്താവുമായിട്ട് ഉല്ലസിക്കുന്നതും പല സ്ഥലങ്ങളിൽ പോകുന്നതും, നിങ്ങൾ വേറൊരു ഫസ്റ്റ് ചെയ്ത് വേറൊരു വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ, വിവാഹം മോചിതയായി കഴിഞ്ഞാൽ ശരിക്കും ഇസ്ലാമിക വിധി പ്രകാരം അവരെ കാണാൻ പോലും പാടില്ല എന്നാണ്. പിന്നെ നിങ്ങൾ വേറൊരു ആൾക്ക് വിവാഹിത ആയത് കൊണ്ട് തന്നെ അദ്ദേഹം നിക്കാഹ് കഴിഞ്ഞിനോ രണ്ടാമത് കഴിച്ചിനോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞങ്ങൾക്ക് അറിവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇപ്പം വന്നിട്ട് പറയുന്നു, ഇദ്ദേഹവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു. നിങ്ങൾ വിവാഹിത രണ്ടാമത് വിവാഹമായോ, രണ്ടാമത് ഇനി വീണ്ടും വിവാഹമോചിതയായോ ഒന്നും ആർക്കും അറിയാത്തൊരു കഥയാണ്. നിങ്ങൾ തന്നെയാണ് എല്ലാം പറയുന്നതും നിങ്ങൾക്ക് ഇത് തന്നെയാണ് വേണ്ടതും. കാരണം നിങ്ങൾക്ക് ഈ പബ്ലിസിറ്റിയിലൂടെ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആക്കിയിട്ട് എടുക്കണം. നിങ്ങൾ സക്സസ് ആയി എന്ന് പറയുന്നു, ഇനിയും കൂടുതൽ സക്സസ് ആക്കുകയും റീച്ച് നേടുകയും, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യാണ്. നിങ്ങളുടെ ഭർത്താവ് ലഹരി മാഫിയോ, ലഹരി കച്ചവടം ചെയ്തില്ലയോ എല്ലാം അതിന്റെ വിധികളും നിയമങ്ങളും എല്ലാം പോലീസും അവരൊക്കെ നോക്കും. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് ഞാൻ പോലും കണ്ടിട്ടില്ല, നിങ്ങൾ ഇട്ടുകൊണ്ട് ഞാനും കണ്ടു. അതുപോലെ നിങ്ങൾ തന്നെയാണ് ഇനി നാളെ കുറച്ചു നാൾ കഴിയുമ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നിച്ച് എവിടെയൊക്കെ ടൂർ പോവുകയും പല സ്ഥലങ്ങളിൽ കറങ്ങുകയും ഇതൊക്കെ ചെയ്യും. അപ്പോ എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പം വീണ്ടും പറയും, ഞാൻ അവനുമായി വിവാഹമോചിതയായി, ഞാൻ വേറൊരാളെ ഇപ്പം സ്വീകരിച്ചിരിക്കാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇതിൽ ആരാണ് തെറ്റുകാരി? ഞങ്ങളാണോ നിങ്ങളാണോ? അത് ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, ബൈ.